തീരദേശ ജനതയുടെ സുരക്ഷിത പുനരധിവാസം ലക്ഷ്യം വെച്ചിട്ടുള്ള പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ മുട്ടത്തറയിൽ നിർമ്മിച്ച പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. ഇതിൽ 162 കുടുംബങ്ങൾ വാടകയ്ക്ക് കഴിഞ്ഞിരുന്നവരാണ്. ജില്ലാതല കമ്മിറ്റി അംഗീകരിച്ച 133 ഗുണഭോക്താക്കളും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ 18 കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. 400 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയാക്കിയ 332 എണ്ണത്തിന്റെ താക്കോൽ ദാനമാണ് നിർവഹിക്കുക. രണ്ടാം ഘട്ടത്തിൽ 68 ഫ്ളാറ്റുകളുടെ പണി പൂർത്തിയാക്കും. പുനർഗേഹം തീരദേശ പുനരധിവാസ പദ്ധതിയിൽ മുട്ടത്തറ വില്ലേജിൽ 2023-ലാണ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പുനർഗേഹം പദ്ധതി വഴി നാളിതുവരെ 5361 കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന അസംഖ്യം പ്രവർത്തനങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുനർഗേഹം പദ്ധതി. 460 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പദ്ധതിക്ക് കീഴിൽ ഇതുവരെ പൂർത്തീകരിച്ചത്. 260 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. സർക്കാരിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന 100 ദിന പരിപാടിയുടെ ഭാഗമായി 689 വ്യക്തിഗത ഭവനങ്ങൾ കൈമാറുന്നതിന്റെ ആദ്യഘട്ടമാണിത്. ആദ്യ 100 ദിന പരിപാടിയുടെ ഭാഗമായി 308 വ്യക്തിഗത ഭവനങ്ങൾ പൂർത്തിയാക്കി കൈമാറിയിരുന്നു. 2020-ൽ ആരംഭിച്ച പുനർഗേഹം പദ്ധതി പ്രകാരം നാളിതുവരെ 1109 ഗുണഭോക്താക്കൾക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്തി ഭവനം നിർമ്മിച്ചു നൽകാൻ സാധിച്ചു. 1126 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2235 പേർ ഭൂമി രജിസ്റ്റർ ചെയ്തു. കൊല്ലം ജില്ലയിലെ കോളനിയിലെ 114 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഈ മാസത്തിൽ തന്നെ പൂർത്തിയാകും. ഇതിനു പുറമെ തിരുവനന്തപുരം ജില്ലയിലെ കാരോട്, വലിയതുറ, ആലപ്പുഴ ജില്ലയിലെ മണ്ണുംപുറം, മലപ്പുറം ജില്ലയിലെ നിറമരുതൂർ, പൊന്നാനി, കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ, കാസർഗോഡ് ജില്ലയിലെ കോയിപ്പടി എന്നിവിടങ്ങളിൽ 784 ഫ്ളാറ്റുകൾക്ക് ഭരണാനുമതി നൽകിയത് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. സുരക്ഷിത മേഖലയിലേക്ക് മാറുവാൻ സന്നദ്ധത അറിയിച്ച മുഴുവൻ പേരെയും മാറ്റിപ്പാർപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കെട്ടുറപ്പുള്ള കടലാക്രമണ ഭീഷണി മുക്തമായ സുരക്ഷിത ഭവനം സ്വന്തമാക്കുന്നതോടെ തീരദേശ മേഖലയുടെ വലിയൊരു ആശങ്കയാണ് അകലുന്നത്. കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ സർവോത്മുഖ ക്ഷേമം ഉറപ്പാക്കി എല്ലാവർക്കും കരുതലാവുകയുമാണ് നമ്മുടെ സർക്കാർ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.